So guys, ഇന്ന് ഡേ 12 ആണ്. നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസും ഒക്കെ നടക്കാൻ പോവാണ്. നമുക്ക് കാണാം. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? If you don't have, clap. If I'm asking you, do you have, then you not need to clap. Okay. Is this concept clear? Yes. Then what you should do? Twice. To go with them. But Shani and Afzal was saying, if you eat mandi, you will gain weight. You will become fat. You will become 90 kg back, Neha. No, he said it's a protein. Only chicken. So I could have eaten chicken with some chapati or something. Yeah. Now I will not listen to anyone. I will listen to my heart. Okay, then. Nine a.m. So you did not pray. No, I just went for it. Okay. I freshened up and then I went to the hotel to have my breakfast. Okay. Then I came here to edX. Then there was then the startup garage was happening here. So What did you do in Startup Courage? Sir gave task to do. Yes. Have taken a nap. Napo. Nap or power nap? Or siesta, you can say. When did you sleep? You were here, right? Yes. And you went for having the food. Yes. Then you went there and sleep. You did not go for prayer. You did not go അതൊക്കെ for ചെയ്തു, prayer. പ്രയോഗമൊക്കെ ചെയ്തു. Yes. Okay. Okay, so you have taken a nap then. Yes. For 10 minutes or 15 minutes you have taken a nap. Okay. Oh. Then. And today എന്താ ഏർലി മോർണിംഗോ അല്ല ഏർലി മോർണിംഗ് You did not say the night. നൈറ്റ് വയസ്സിലെ ഏക ബില്യണറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ. പിന്നെ ആളെ മദ്രാസ് ITT കോളേജിൽ MTechഉം BTechഉം ഒരുപോലെ പഠിച്ച ആളാണ്. അടുത്തതായി ഹാരിനെ വിളിക്കുന്നു. ആ പറഞ്ഞ ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആൾക്കാർക്കുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് അരുൺ ശ്രീനിവാസൻ. ചെന്നൈയിൽ ജനിച്ച് 31 വയസ്സാണ്. ആള് IIT ചെന്നൈയിൽ നിന്ന് 2 ഡിഗ്രി എടുത്ത് പാസ്സായ ആളാണ്. പിന്നെ PhD യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലാണ്. മെഷീൻ ലേണിംഗിൽ ഒരു ഏജന്റിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. നമ്മളൊരു എൻവയോൺമെന്റിൽ ഇട്ടിട്ട് അതിന് ഒരു ടീച്ചർ ലേണിംഗ് മെത്തേഡ് മീൻസ് ഒരു ഏജന്റിന് നമ്മൾ ഇന്ന വർക്ക് ചെയ്താൽ റിവാർഡ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ഏജന്റിന് ഇന്ന വർക്ക് ചെയ്താൽ പണിഷ്മെന്റ്. ഡെന്നിസ് ആൻഡ് ആൻഡി കോൻസ്കി പറഞ്ഞ 2 പേരോ ഒപ്പമാണ് ഈ പെർപ്ലെക്സിറ്റി സ്റ്റാർട്ട് ചെയ്യണത്. കോമ്പറ്റീറ്റേഴ്സ് ആയിക്കൊണ്ട് ഗൂഗിളും ഓപ്പണായി ഇവരുടെ ഒരു മെയിൻ കോമ്പറ്റീറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് പറയുമ്പോൾ ജെഫ് ബസോസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നിട്ടുണ്ട്. പിന്നെ പെർപ്ലെക്സിറ്റിനെ കുറിച്ചാണ്. പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു AI സെർച്ച് എഞ്ചിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഗൂഗിൾ പോലെ അതേ സമയം തന്നെ ChatGPT പോലെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. മീൻസ് അവർക്ക് റിസർച്ച് ചെയ്യാനും റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റണേ. യങ്ങസ്റ്റ് ബില്യണറായിട്ടുള്ള M3M ഹൂറുൺ ഇന്ത്യൻ ബില്യണർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആള് IIT പ്ലേസ്ഡ് ആയ ടൈമിൽ തന്നെ റിസൈൻ ചെയ്തിട്ട് അവൻ്റെതായിട്ടുള്ള വിഷനിൽ മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് ഒരു പെർപ്ലെക്സിറ്റി എന്ന ആശയത്തേക്ക് ഇന്ത്യൻ കറൻസീനെ ഇന്റർനൈസേഷൻ ചെയ്യാണ്. അത് എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ സ്ഥലത്ത് സൈറ്റിലും ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും US ഡോളേഴ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ കറൻസി ആയിട്ട് ഇപ്പോൾ നിലവിൽ RBIയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ RBI എന്ന് ഉദ്ദേശിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ടുള്ള കൺട്രോളിങ്ങും കാര്യങ്ങളും ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ അവർക്ക് നമുക്ക് ട്രേഡിംഗ് വേൾഡിലേക്ക് ട്രേഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. വിൽപ്പനയും നടത്താം, വാങ്ങലും നടത്താം. അതുകൊണ്ട് കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഇന്ത്യ രൂപയിലായിരിക്കും എല്ലാവിധ വ്യാപാരങ്ങളും നടക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് നമുക്കൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ ഇവിടുത്തെ പീപ്പിൾസിനൊക്കെ ഫോറിൻ കൺട്രീസിനൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെ എക്സാക്ട് നെയിം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എക്സ്ചേഞ്ച്. ബാങ്ക്സിന് ലോൺസും ബാക്കി കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ട് ആ രീതിക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് അവർ പുട്ട് ഫോർവേഡ് ചെയ്യണതാണ് ഈ കാര്യം. പിന്നെ അതുമല്ലാതെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ കാര്യം നാഷണലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിൻ സഞ്ജയ് മൽഹോത്ര പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ 1943 അപ്പോയിന്റ് ചെയ്തത്, ദേശ്മുഖ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ഈ കോഴ്സ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം വയസ്സെന്ന് പറയുന്നത് 8 to 12 വയസ്സുള്ള പിള്ളേർക്ക്, 14 to 18 വയസ്സുള്ള പിള്ളേർക്ക്. ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1200ഓളം സ്കൂളുകളിലേക്കും 3 ലക്ഷം to 4 ലക്ഷം വരെയുള്ള ആദ്യത്തെ ഫേസുള്ള ഫസ്റ്റ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇത് പറഞ്ഞില്ലേ, ഇത് പ്രാക്ടിക്കലായിട്ടാണ് നടത്തുന്നത്. ഇതിൽ ഒരു സർബ്രാഞ്ച് ഉണ്ടാവും, ഒരു വാർഡ് മെമ്പർ ഉണ്ടാവും, ഒരു ഒഫീഷ്യൽ ഉണ്ടാവും. ഇതൊരു ഓതൻറ്റിക് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമസഭ എങ്ങനെയാണ് കൂടുക നമ്മൾ, അതേപോലെയാണ് ആൾക്കാർ ഇതിൽ ഇടപെടുക. അവരെ ചെറിയ പ്രായത്തിൽ തന്നെ ജനാധിപത്യം പുസ്തകത്തിന് പുറമെ നേരിട്ട് ജനാധിപത്യ പങ്കാളിത്തം ഇതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങൾ, പിന്നെ സംഘടനാ പ്രവർത്തനം, അങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ. നമ്മൾ രണ്ടാമത് കിട്ടിയ ടീച്ചേഴ്സിന് എത്രത്തോളം അത് ഉൾക്കൊണ്ടിരിക്കണോ അതിനനുസരിച്ചിട്ടേ കുട്ടികൾക്ക് ഇത് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിലേക്ക് എത്തുന്നുള്ളത് ഡൗട്ടായിട്ടാണ് കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. MYGSൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഇനീഷ്യലായിട്ട് എങ്ങനെ കുട്ടികൾക്ക്, അതായത് സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഒരു ഡെമോക്രസിയുടെ അവയർനെസ് കൊടുക്കാനും ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാനാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് ലോക്കൽ ഡെമോക്രസി. ചില ആൾക്കാർ 2000 കോട്ടിൽ വേണമെന്ന് പറയുന്നത് 2000 കോട്ടിൽ എടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾക്കാർ ചില GST രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് റൂൾ അപേക്ഷിച്ചു 20 ലക്ഷത്തിന്റെ മുകളിൽ ചെയ്യണമെങ്കിൽ GST രജിസ്റ്റർ ചെയ്യണമല്ലോ, GSTന്റെ ആവശ്യമില്ലല്ലോ. ഇനി അതാണ് അത് കോസ്റ്റ് വരുന്നത്. അത് പുള്ളി പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. മൂപ്പര് ഡെലിവറി ചെയ്യോ? മൂപ്പര് തന്നെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങളെന്താണെന്നറിയോ, നിങ്ങൾ കോളേജിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടൊന്ന് ഫാസ്റ്റായി ചെയ്ത് തുടങ്ങി. അവിടെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്യാമോ. അപ്പോൾ നിങ്ങളൊരു ഹാർട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. കണ്ണടച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കുക. എന്ത് ലോകത്തുള്ള ഏത് ക്വസ്റ്റ്യനാണ് കുഴപ്പമില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായി? കോഴിയാണ് ഇപ്പൊ പ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്പൊ മുട്ട ഇതിന് ഉത്തരം പറയുന്നവർക്ക് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്
എന്നപ്പാ ആരാ ഫസ്റ്റ് ആരാ വരുന്നത് ഇത് എഴുതണം അതില്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ലോകത്താർക്കും ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു 20 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അഫ്സൽ ഒരു കുടുങ്ങിയ കണക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കാം. അല്ലേ പറ്റൂല എന്നുള്ള ആൻസറാ. മുട്ടായി കൊടുക്ക, മുട്ടായി കൊറേ ബാക്കിണ്ട്. ഇതെന്തത് പറഞ്ഞ എഴുത്തൊന്നും വേണ്ടല്ലോ. എഴുതൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. എല്ലാവർക്കും അറിയാം എൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യലാണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. അപ്പോൾ അതിന് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ B.Ed സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിൽ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോളേജിൽ B.Ed പ്രോഗ്രാമിന് ചേരണം. അതിൽ മെഷറബിൾ ആകണം. കാരണം മിനിമം ഒരു 70% കിട്ടണം. എന്നാലാണ് എനിക്ക് ഭാവിയിൽ നല്ല സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ മാർക്ക് വൈസ്. അത് അച്ചീവബിൾ മെഷർമെന്റ് അച്ചീവബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി മുൻകൈ കിട്ടണം. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആവാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആവാനുള്ള അതിനുള്ള പ്രൊഡക്ടിവിറ്റി പിന്നെ